Welcome to ATM and Withdraw Knowledge. റിപ്പോർട്ടഡ് സ്പീച്ച് കുറേ ദിവസങ്ങളായി നമ്മൾ ഇതാണ് പഠിക്കുന്നത്. ഇന്ന് പ്രസന്റ് ടെൻസിലെ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റങ്ങൾ മുൻ വീഡിയോസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവർ കാണുക. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ടെൻസുകളുടെ മാറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രസന്റ് ടെൻസിന്റെ മാറ്റമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. പ്രസന്റ് ടെൻസ് 4 തരമുണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ടെൻസസിലെ അസർട്ടീവ് സെന്റൻസസിലുള്ള സെന്റൻസുകൾക്ക് വരുന്ന മാറ്റമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഹി സെഡ് വി പ്ലേ ഫുട്ബോൾ. അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം സെഡ് ആണ്. അത് റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് ഇവിടെ കിടക്കുന്നത് ഈ ഭാഗം വി പ്ലേ ഫുട്ബോൾ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലെ ഭാഗമാണ്. അതിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിന്റെ ടെൻസ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം സബ്ജക്റ്റ്, ബേസ് ഫോം ഓഫ് ദ വെർബ്, ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ഇൻവേർട്ടഡ് കോമയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അതാണ് നിയമം. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് സബ്ജക്റ്റ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ പാസ്റ്റ് ഫോം ആക്കിയാൽ മതി. കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ വി ആണ്. പേഴ്സണൽ പ്രൊനൗൺ ഐ ആൻഡ് വി ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ മാറ്റം റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. കൂടാതെ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു അസർട്ടീവ് സെന്റൻസ് ആണെന്ന് കൂടി നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ പഠിക്കുന്നത് അസർട്ടീവ് സെന്റൻസസിന്റെ മാത്രം മാറ്റങ്ങളാണ്. അസർട്ടീവ് സെന്റൻസിനെ മാറ്റുമ്പോൾ നമുക്കറിയാം റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് അതും വരണമെന്നറിയാം. നോക്കാം. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നു ഹി സെഡ്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷമായിരിക്കും ദാറ്റ്, ഇല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്. അപ്പോൾ ഹി സെഡ് ദാറ്റ് വി പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണ്. അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയാൽ പ്ലേ എന്നുള്ളത് പ്ലേഡ് ആയി മാറണം. അപ്പോൾ ഇത് പ്ലേഡ് ആയി മാറും. ഇനി വി ആരായി മാറും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പേഴ്സണൽ പ്രൊനൗണിന്റെ മാറ്റം. ഇത് ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന്. ഈ ഞങ്ങളിൽ ഇവൻ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഞങ്ങൾ. ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. ഈ ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. നമ്മൾ പറഞ്ഞു ഈ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റ് തേർഡ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ആണെങ്കിൽ ഇത് മറ്റാരുടെയോ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മാറി നിന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാറി നിന്ന് ചിന്തിക്കുന്നു. അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഈ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ആരാണ്? അവരാണ്. അപ്പൊ അവൻ പറഞ്ഞു അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ്. നമ്മൾ മൂന്നാമതൊരു കക്ഷിയായി മാറി നിന്നാണ് വീക്ഷിക്കുന്നത്. അപ്പൊ ഈ സെന്റൻസിന്റെ മാറ്റം ഹി സെഡ് ദാറ്റ് വി പ്ലേ ഫുട്ബോൾ എന്നുള്ളത് ഹി സെഡ് ദാറ്റ് ദേ. ഈ മാറ്റങ്ങളൊക്കെ മുൻ വീഡിയോസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അത് കാണാത്തവർ ദയവായ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി, ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഹി സെഡ് ദാറ്റ് ദേ. പ്ലേ എന്നുള്ളത് പ്രസന്റ് ആണ്. അതിനെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയൊരു മാറ്റം PLAYED played. He said that they played football.
സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ, അസർട്ടീവ് സെന്റൻസിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാൻ കാര്യം വളരെ നിസ്സാരമാണ്. പ്ലേ എന്നുള്ളതിനെ പ്ലേഡ് എന്ന് മാത്രമാക്കി മാറ്റിയാൽ മതി. അപ്പൊ ഹി സെഡ് ദാറ്റ് ദേ പ്ലേഡ് ഫുട്ബോൾ. ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിന് വരുന്ന മാറ്റം ചർച്ച ചെയ്യാൻ പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, ഇനി പ്രസന്റ് ടെൻസ്. മറക്കരുത്, അസർട്ടീവ് സെന്റൻസ് കൂടിയാണ്. ഇതാ ഒരു സെന്റൻസ്. ഹി സെഡ് വി ആർ പ്ലേയിങ് ഫുട്ബോൾ. വി ആർ പ്ലേയിങ് ഫുട്ബോൾ. സബ്ജക്ട് ഈസ് ആറാം പ്ലസ് ing വന്നു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. റിപ്പോർട്ടർ സ്പീച്ചിലെ മാറ്റം പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുക. പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുക. ഈസ് ആറാം പ്ലസ് ing എന്നുള്ളത് സബ്ജക്ട് വാസ് ഓർ വേർ പ്ലസ് ing ആയി മാറും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. അപ്പൊ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ing സിമ്പിൾ ആണ്. ബാക്കി മാറ്റങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അസർട്ടീവ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ്. അപ്പോൾ സെന്റൻസ് ഇങ്ങനെയാണ്. ഹി സെഡ് ദാറ്റ്. ഇനി ശ്രദ്ധിക്കണം, ഇൻവേർട്ടഡ് കോമയിലെ റിപ്പോർട്ടിംഗ് പേഴ്സണൽ പ്രൊനൗൺ വി ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് ദാ ഹിയെ ആശ്രയിച്ചിരിക്കുന്നു, മറ്റാരുടെ കാര്യമാണ്. നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ്. നമ്മൾ വീക്ഷിക്കുമ്പോൾ എന്താണ്? അവൻ പറഞ്ഞു അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്നാക്കി മാറ്റണം. ഇത് കളിക്കുകയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് വരുമ്പോൾ കളിക്കുകയാണ് എന്നുള്ളത് കളിക്കുകയായിരുന്നു എന്നാക്കി മാറ്റണം. ഒരു തേർഡ് പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഹി സെഡ് വി ആർ പ്ലേയിങ് ഫുട്ബോൾ എന്തായി മാറുന്നു? ഹി സെഡ് ദാറ്റ്. വി എന്നുള്ളത് ദേ ആയി മാറും. അവൻ പറഞ്ഞു അവർ. അപ്പോൾ ദേ ആർ പ്ലേയിങ്. ആർ പ്ലേയിങ് എന്നുള്ളത് വാസ് ഓർ വേർ പ്ലേയിങ് ആയി മാറണം. സോ പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ ദേ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് വാസ് പ്ലേയിങ് ഒരിക്കലും വരികയില്ല. ദേ വേർ പ്ലേയിങ്. അപ്പോൾ ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. റിപ്പോർട്ടിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് കോമ ഇടാൻ പാടില്ല. അപ്പോൾ ഹി സെഡ് വി ആർ പ്ലേയിങ് ഫുട്ബോൾ. ഹി സെഡ് ദാറ്റ് ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. വളരെ നിസ്സാരമാണ്. മൂന്നാമത്തെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ്. ഇൻവേർട്ടഡ് കോമയിലുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് മാറ്റം? റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് അതായത് റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് കോമയിലുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രസന്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. ആദ്യം തൊട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റ് ആക്കുന്നു, പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുന്നു, പ്രസന്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അതായത് മൂന്നാമത്തെ ഫോം V3. അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാവിനും ഹാസിനും പകരം ഹാഡ് പ്ലസ് V3 ആണ്. വളരെ നിസ്സാരമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അസർട്ടീവ് ആണ്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വരണമെന്നറിയാം. So he said that. We ആരായി മാറും നമുക്കറിയാം. He said that they. അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവൻ പറഞ്ഞു അവർ ഫുട്ബോൾ കളിച്ചിരുന്നു എന്ന്. അപ്പൊ ഹാവ് പ്ലേഡ് എന്തായി മാറണം? ഹാവ് V3 ഹാഡ് V3 ആയി മാറും. പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. He said that they had played football. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് ബേസിക്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രസന്റ് ടെൻസിലെ നാലാമത്തെ ഭാഗമായിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇൻവേർട്ടഡ് കോമയിലുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട്, ഏത് ടെൻസിലേക്ക് മാറ്റും? ഇൻവേർട്ടഡ് കോമയിലുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ആണ്. ഹാവിനും ഹാസിന് പകരം ഒരേ ഒരെണ്ണം അതായത് ഹാഡ് ആയി മാറുന്നു സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിൽ. ബാക്കി ബീൻ പ്ലസ് ing. ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing എന്തായി മാറുന്നു? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ആയി മാറുന്നു. വളരെ നിസ്സാരമാണ് കാര്യങ്ങൾ.
ഇനി ബാക്കി ഇവിടുത്തെ ചേഞ്ചസ് എന്താണെന്ന് നമുക്കറിയാം. പേഴ്സണൽ പ്രൊനൗണിന്റെ മാറ്റം എന്താണെന്ന് അറിയാം. നമ്മുടെ ഇൻവേർട്ടഡ് കോമയിലുള്ള ടെൻസ് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ സെന്റൻസ് എന്താണെന്ന് മനസ്സിലായി. അസർട്ടീവ് ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നു he said that we have been playing എന്നുള്ളത് ഇതാരായി മാറും നമുക്കറിയാം. they ആയി മാറി. have been has been എന്തായി മാറണം? had been ആയി മാറണം. അപ്പൊ had been കഴിഞ്ഞ പിന്നെ പ്ലേയിങ് ആണ്, ing ഫോം. they had been playing football. So he said we have been playing football. അവൻ പറഞ്ഞു ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ പറഞ്ഞു അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന്. ആയിരുന്നു എന്ന്, ആ എന്ന് എന്നുള്ളതാണ് ദാറ്റ്. അപ്പോ പ്രസന്റ് ടെൻസിന്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് മുതൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ചേഞ്ചസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. മുൻ വീഡിയോസിൽ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് കണ്ടിട്ടില്ലാത്തവർ വീണ്ടും ഒന്ന് കാണുക. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പുതിയ വീഡിയോസിനായി കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.